ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുള്ളത് നമ്മുടെ എറണാകുളത്തുള്ള ഉർവശിയിലാണ്. സോ ദിസ് ഈസ് എ സ്മോൾ ഷോപ്പിംഗ് വീഡിയോ വിത്ത് അമ്മ. അപ്പം അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പം ഓഫ് കോഴ്സ് ഉർവശിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ വേണ്ടാന്ന് പറയില്ല. ഹാർഡ്ലി ഒരു 1 ഇയർ ആയിട്ടുള്ളൂ ഞാൻ ഈ ഉർവശിയുടെ ഫാനായിട്ട്. സാധാരണ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ കോട്ടയം പോകുകയാണെങ്കിൽ അവിടെ നിന്ന് ഗുഡ് വില്ലിൽ നിന്നായിരുന്നു മോസ്റ്റ്ലി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവരുടെ ഇൻസ്റ്റാ റീൽസിലൂടെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിനെ പറ്റി അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു തവണ ഞാനും അമ്മയും കിങ്ങിനിയും കൂടെ പോയി. അങ്ങനെ ഫസ്റ്റ് ടൈം വിസിറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണിത്. പിന്നെ എനിക്ക് ആകെ വിഷമം തോന്നിയത് ഈ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചെടുക്കാനുള്ള ഒരു സ്പേസ് കുറച്ച് കുറവാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇവിടെ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ ഉള്ളവർ അങ്ങനെ ഒരുപാട് പേര് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് കരിമ്പൻകാട്ടി ആന കയറിയ ഒരു എഫക്റ്റാണ് കേട്ടോ. ഏതെടുക്കണം, എങ്ങോട്ടേക്ക് നോക്കണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാനിവിടെ എപ്പോൾ ചെന്നാലും ഇവിടെ കാണുന്ന പാറ്റേൺസ് എല്ലാം എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഒരു തവണ കണ്ട സെയിം സാധനം തന്നെ പിന്നെ നെക്സ്റ്റ് ടൈം കാണാൻ കിട്ടാറില്ല. കാരണം ഓരോന്നും പല പല ഡിസൈൻസാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഷോപ്പുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോകാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ മിസ് ഔട്ട് ആക്കാറില്ല. ആ ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലായിട്ട് ഒരു 2 ഫുൾ സെഷനും ഈ മാലകൾ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർഗൻസ സാരി, പിന്നെ ഈ ടെസർ സിൽക്ക് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു മെയിൻ ഫാക്ടർ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, പൊതുവേ നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളോ അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ എനിക്ക് പെട്ടെന്ന് ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലും അവിടെ കിട്ടുന്ന ഒരു പ്രൈസിനേക്കാൾ ഭയങ്കര കുറവാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിലാണ് കേട്ടോ. ഇവിടെ തന്നെ നിയർ ബൈ ആയിട്ട് കല്ലറയ്ക്കൽ, ഓർണ അങ്ങനെ കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്. പിന്നെ എനിക്കുണ്ടല്ലോ ഈ നെക്ക് പീസുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇത് നമ്മുടെ ചോക്കർ ടൈപ്പായിട്ടും ലെങ്തി ആയിട്ടും എല്ലാം അവൈലബിൾ ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് സാരിയുടെ കൂടെയൊക്കെ ഇടാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ പോയി എടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ബീഡ് ടൈപ്പ് കുറേ മാലകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പല കോമ്പിനേഷൻ വരുന്നതും ഇങ്ങനത്തെ അമ്മയ്ക്ക് ഇങ്ങനത്തെ മാലകളൊക്കെ ഇഷ്ടമാണ്. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം കൂടി നോക്കിയാണ് നമ്മൾ പോയത്. പിന്നെ നമ്മുടെ ഈ ഗോൾഡ് പ്ലേറ്റഡ് പോലെ വരുന്ന പാലക്കാമാല, പിന്നെ മുല്ലുമുട്ടുമാല, അങ്ങനത്തെ പല ലെയേഴ്സ് ഉള്ളത്, ഇങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇതൊരു ചോക്കർ ടൈപ്പാണ്. നമ്മൾ കുറേ പേര് വീഡിയോയിൽ കാണാറില്ലേ അവർ സാരിയുടെ ഒക്കെ കൂടി ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഓണമൊക്കെ വരാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി പീസൊക്കെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വീഡിയോയിൽ അത്രയൊക്കെ ഭംഗി എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നേരിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടോ അങ്ങനെ ഹൈലൈറ്റ് ഇതായിട്ടും തോന്നിയില്ല കേട്ടോ. ചില ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെയാണ് തോന്നിയിരുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് മാല എൻ്റെ ടേസ്റ്റിലുള്ളതല്ല, ബട്ട് സ്റ്റിൽ കണ്ടപ്പോൾ ഒരു രസം തോന്നി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ മാല ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നേ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അടുത്തൊക്കെ പോയി നിന്ന് എടുത്തതാണ്. അങ്ങനെ എന്താ പറയുക, ഇപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാത്രം അത്രയും മാലകളും അതുപോലെ തന്നെ കമ്മലിൻ്റെ കളക്ഷൻസും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷോപ്പിൽ പോകാൻ. പിന്നെ മാല മാത്രമല്ല കേട്ടോ, കമ്മലുകളൊക്കെ ഉണ്ട്. ഈ കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ഇതുപോലെ തന്നെ ഈ വളയുടെ സെക്ഷൻസും, വള ഇങ്ങനത്തെ സ്റ്റോൺ വർക്ക് വരുന്ന വളയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 250 തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അത് നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ ഈ കുപ്പിവളയുടെ സെഷനും അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമുക്ക് പെയറൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പിവള അല്ലാതെ വളയൊക്കെ ഇട്ട് നമുക്ക് പെയർ ചെയ്ത് സെറ്റാക്കി തരുവേ. ഈ സിംഗിൾ പീസൊക്കെ ആയിട്ടിടുന്ന കട ടൈപ്പ് ബാംഗിൾസ് ഇല്ലേ, അങ്ങനത്തെയൊക്കെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് കുപ്പിവള, അതിപ്പോഴത്തെ എനിക്ക് തോന്നുന്നു എന്തോ ട്രെൻഡ് ഉണ്ടല്ലോ. ആൻഡ് ജുംകാസിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഒരു ഷോപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വാങ്ങാതെ ഇറങ്ങി പോരാൻ പറ്റില്ല, അത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സൺഡേ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.